ദിലീപിന്റെ ശബരിമല VIP ദർശനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. ദേവസ്വം ബോർഡ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. അഖിൽ പാലോട്ടുമഠം സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം VIP പരിഗണനയോടുകൂടി ദിലീപ് ശബരിമല ദർശനം നടത്തി എന്ന ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ അത് കോടതി അലക്ഷ്യ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഒരു പരാമർശം. മാത്രവുമല്ല, കോടതി ചോദിച്ചത് എന്തിനാണ് VIP ദർശനം അല്ലെങ്കിൽ ഈ സ്ത്രീകളെയും കുട്ടികളെയും തടയുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം അത്തരം കാര്യങ്ങൾ അവിടെ പാടില്ല എന്ന് കൃത്യമായി ഹൈക്കോടതി അറിയിച്ചൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ദേവിക, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്ന എല്ലാ ഭക്തരും തുല്യരാണ്. പക്ഷേ വരുന്ന ആൾക്കാർക്ക് ചില VIP പരിഗണനയൊക്കെ തന്നെ നേരത്തെ ദേവസ്വം ബോർഡ് നൽകിയിരുന്നതാണ്. ഇതിനെയാണ് ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നത്. ആ ചോദ്യം ചെയ്യൽ നിലനിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ചലച്ചിത്ര താരമായ ദിലീപ് ദർശനത്തിലേക്കായി എത്തുന്നത്. ഹരിവരാസനം നടക്കുന്ന സമയത്താണ് ദിലീപ് ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുന്നത്. ആ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തി ഹരിവരാസനം തുടങ്ങുന്നത് പോലെ ഹരിവരാസനം അവസാനിക്കുന്നത് വരെ ദിലീപ് ആ സോപാനത്തിന് മുമ്പിൽ നിന്ന് തന്നെ തൊഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇന്നലെ കോടതി പരാമർശത്തോടുകൂടി എക്സിക്യൂട്ടീവ് ഓഫീസറോടും ദേവസ്വം ബോർഡിനും ഒക്കെ തന്നെ വിശദീകരണം ചോദിച്ച് എങ്ങനെയാണ് VIP പരിഗണനയിൽ ഒരാൾ അവിടെ നിന്ന് തൊഴാൻ സാധിച്ചത് എന്നതാണ് ദേവസ്വം ബോർഡിനോട് കോടതി ആരാഞ്ഞത്. പക്ഷേ കോടതിയുടെ മുമ്പിൽ പ്രാഥമികമായ അന്വേഷണം നടത്തി ദേവസ്വം ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു VIP പരിഗണന നൽകിയിട്ടില്ല എന്നതാണ് പ്രാഥമികമായ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതുകൊണ്ടാണ് കോടതി ഇന്ന് സന്നിധാനത്തെ ശ്രീകോവിലിന് പരിസരത്തുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും കോടതിയിൽ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇന്നാണ് CCTV ദൃശ്യങ്ങൾ കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത്. വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക അത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം പ്രാഥമികമായ അന്വേഷണം നടത്തിയത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗമാണ്. പ്രാഥമികമായ അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ജീവനക്കാരുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളുടെ സഹായത്തോടു കൂടിയാണോ ദിലീപ് ദർശനത്തിന് എത്തിയത് എന്ന കാര്യങ്ങളായിരുന്നു പ്രാഥമികമായി അന്വേഷണം നടത്തിയത്. പക്ഷേ ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ദർശനത്തിലേക്ക് ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുന്നത് ഫ്ലൈ ഓവർ വഴി എത്തിയാണ്. ശ്രീകോവിലിന്റെ ഇടതുവശത്ത് നിന്നാണ് വലതുവശത്തേക്ക് ദർശനം നടത്തി എല്ലാ അയ്യപ്പ ഭക്തരും പോവുക. പക്ഷേ ദിലീപ് ആകട്ടെ ശ്രീകോവിലിന്റെ വലതുവശത്തിൽ നിന്നാണ് ഇങ്ങോട്ട് ദർശനത്തിലേക്ക് എത്തുന്നത്. ആ സമയത്ത് തന്നെ ആലപ്പുഴ ജില്ലാ ജഡ്ജി അടക്കം മറ്റു ചില ആൾക്കാർ കൂടി VIP പരിഗണനയിലേക്ക് സോപാനത്തിന് മുമ്പിലേക്ക് എത്തുന്നതൊക്കെ തന്നെ ആ ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമായി കാണാനും സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയും വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കും. തിങ്കളാഴ്ച വിശദമായ റിപ്പോർട്ടും ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ അതും സമർപ്പിക്കുകയുണ്ടാകും. റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷമായിരിക്കും CCTV ദൃശ്യങ്ങളുമെല്ലാം തന്നെ വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാവുക. എന്തായാലും കോടതി കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമയത്താണ് ദർശനം നടത്തിയത്. ആ സമയത്ത് നമ്മൾ ഹരിവരാസനം നമ്മൾ ലൈവ് കൊടുക്കുന്ന പതിവുണ്ടല്ലോ. ആ ലൈവിൽ നമ്മൾ കണ്ടതാണ്. മുഴുവൻ സമയവും ദിലീപ് അവിടെ നിന്ന് ഹരിവരാസന സമയത്ത് ദർശനം നടത്തി അവിടെ നിന്ന് തൊഴുന്നത് കണ്ടതാണ്. അപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്യൂവിൽ നിന്ന നിരവധി ഭക്തരെ അത് വിഷമിപ്പിച്ചു. ക്യൂവിൽ നിന്നവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് VIP പരിഗണന കിട്ടി എന്നുള്ളതാണ് കോടതിയുടെ ഒരു നിരീക്ഷണം. അതുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ CCTV ദൃശ്യങ്ങൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ചയോടുകൂടിയാണ് അവിടെ നൽകുന്നത്. നമുക്കറിയാം ശബരിമലയിൽ VIPകൾക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ പരിഗണനയാണ് ഉള്ളത്. പക്ഷേ ഇത്തരം ആളുകൾ വരുമ്പോൾ പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അവരെ സംരക്ഷിച്ച് അതൊരു VIP പരിഗണനയായി മാറുകയാണ് സ്വാഭാവികമായും നടക്കുന്നത്. അതുകൊണ്ട് അതിന്മേലാണ് ഇപ്പോൾ കോടതി കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്തു നിന്നും അഖിൽ പാലോട്ടുമഠം.